ഇന്നിന്റെ നാട്ടിലത്തെ രണ്ട് ചെങ്ങന്മാരെ കല്യാണമാണ്. ഒന്നും ഓന്റെ ഏട്ടന്റെയും ഒന്നും ഓന്റെ അന്ത്രോന്റെയും. ചെക്കൻ കല്യാണത്തിന് പഞ്ചാബിൽ നിന്ന് ഒരാളർക്കിക്കൊണ്ട് കണ്ട തലീകെട്ട് കണ്ടില്ലേ. പിന്നെ ഓന്റെ ഏട്ടൻ ഡബിൾ ടു ചൊല്ലാൻ വേണ്ടി കൈയാണ് കൊടുത്തോണ്ട് അവിടെ ഇരുന്നു. ഏട്ടന്റെ കൊടുക്കൽ വാങ്ങൽ നിക്കാഹ് ചടങ്ങ് കഴിഞ്ഞപ്പോ നേരെ അന്ത്രോന്റെ ആയി. അന്ത്രോൻ നിഷാദാണെങ്കിൽ ഒരു വെള്ള കർച്ചീഫ് പോലെ തലീക്ക് മര്യാദക്കിടാൻ അറിയാത്തോടെ പെണ്ണിട്ടാൻ പോണു. എന്തായാലും ഇപ്പത്തെ കുട്ടികളുടെ കളി. ചെക്കനെ നിക്കാഹ് കണ്ടോനെ ചെങ്ങയ്ക്ക് പിരാന്ത് കടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുണ്ടെങ്കിൽ ഓനക്കും ദേവന്മാരെ ഡബിൾ ടു ചൊല്ലിക്കാൻ അവിടെ ഇരിക്കേനെ. ഇതിപ്പോ പള്ളിക്കൽ നീലക്കുയിലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. നമുക്കൊന്നും പിന്നെ കല്യാണം ആക്കാൻ പ്രായാവധം തൽക്കാലം ബദാം വണ്ടിപ്പരവും കൈയിട്ട് വാരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത്. ഇതുപോലുള്ള അവിവാഹിതർക്ക് ബദാം വണ്ടിപ്പരവും കൈയിട്ട് വാരി കുട്ടികളും തട്ടിപ്പറിച്ച് വാങ്ങുന്ന പോക്കറ്റിൽ കൊണ്ടേക്കാണ് പെരി കൊണ്ടുപോകും. അതൊക്കെ നമുക്കുള്ള ഒരു കൗതുകം. ഞാൻ പിന്നെ കുറച്ച് മാന്യനും സ്റ്റാൻഡേർഡിലുണ്ട് ബദാം വണ്ടിപ്പരപ്പ് അവിടെ നിന്ന് നിന്നില്ല, കുറച്ച് പെരി കൊണ്ടേക്കാണ് ഭരണിയിട്ട് ശേഖരിച്ച്. ഇനി നമ്മൾ ഒഫീഷ്യലി ചെക്കന്റെ കല്യാണത്തിന് വേണ്ടി പോവാണ്. വിദൂരത്തിൽ നമ്മൾ ചെക്കന്റെ ചെക്കന്മാർ നാട്ടുകാരായിട്ടുള്ള ചെങ്ങന്മാർ ഇതൊക്കെ നടന്നു വരുന്നു. മഞ്ഞക്കുപ്പായിട്ട് കാക്കല്ലോ, അതിന്റെ ബാക്കിലാണ് നമ്മൾ നാട്ടിൽ. പുതിയാപ്പളിന്റെ പെരീക്കെത്തിയപ്പോ ഇപ്പത്തെ ഫാഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ടീഷർട്ടിന്റെ ഒരു ചെക്കൻ ഇട്ട് വന്നത്. ഞാനൊരു ഫിച്ചക്ക് വീഡിയോ എടുത്തുകൊണ്ട് വണ്ടിമ കയ്യാണ് വെച്ചത്, ചൂടുകൊണ്ട് കയ്യാണ് പൊള്ളി. പുതിയാപ്പളിന്റെ റൂമൊക്കെ എത്തിയപ്പോൾ പുതിയാപ്പളിന്റെ പള്ള ചടാക്കാൻ വേണ്ടി മറ്റേ ഇൻഷേപ്പൊക്കെ ഇല്ല, അതേ മറ്റേ എന്തോ സാധനം വലിച്ച് കെട്ടിക്കാണ്ട് റബ്ബർ ബാൻഡ് മാറി നിൽക്കുന്നു. ഒരു 4 മുടി പോലും പുറത്ത് ചാടാൻ പാടില്ലെന്ന് ബ്രൂട്ടീഷിന് ഒരേ നിർബന്ധം. എന്തായാലും ഈ പുതിയാപ്പിളാര ഒരു ഇടങ്ങറ്. ഇതുകൊണ്ട് ഞാൻ പുതിയാപ്പിളാവാൻ. നിങ്ങളെ ചെങ്ങായി ഇതേമാതിരി പുതിയാപ്പിളാണെങ്കിൽ ഓന്റെ റൂമിൽ പോയി എന്തെങ്കിലും സാധനം അവിടെ മണി കിടക്കൂട്ടോ, ഒക്കെ എടുത്ത് പോക്കറ്റ് ഇട്ടുള്ളൂ. ഓൻ പുതിയാപ്പിളായോണ്ട് ഒന്നൊന്നും പറയില്ല ഞങ്ങളോട്. എന്തോ ഒരു കഷ്ടം നോക്കണം. ഒരു കൂളിംഗ് ഗ്ലാസും തലയിൽ ഒരു കർച്ചീഫും കൂടി ഇടാറിയാത്ത പെണ്ണിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹേയ് മ്ലേച്ഛകരം. പെണ്ണിന്റെ വീട്ടിലെത്തിയ മൂപ്പർക്ക് ഒരേ ഒരു ആഗ്രഹം, ഇതിന്റെ ചെങ്ങന്മാരും ബോഡി ഗാർഡ്സെ ഓരോ കൂടെ ഫോട്ടോ എടുക്കണം. എന്തായാലും മൂപ്പര് ഒരു ആഗ്രഹങ്ങൾ. അങ്ങനെ പുതിയാപ്പിള നീക്കണ ഒരു ലോഡ് ആൾക്കാരും ഓനെ തന്നെ നോക്കണം. എന്തൊരു ക്രിഞ്ച് പരിപാടിയുടെ തൊലി ഇങ്ങനെ ഉരിഞ്ഞാണ് പോകും പുതിയാപ്പിളുടെ. അഫ്താബൊക്കെ പെണ്ണിന്റെ വീട്ടിൽ എന്തെങ്കിലും റോങ് ഉണ്ടായി അടി പൊട്ടാളം മൈൻഡിൽ നിൽക്കണം എന്റെ ചെക്കൻ. പുതിയാപ്പിള കൊണ്ട് കയറുന്ന അമ്മോസനെ കെട്ടിപ്പൊടിച്ചപ്പോ അപ്പുറത്തിന് വേറെ വ്ളോഗർ റിസ്കി ഷോർട്സ് ആണ് ഓടിത്തോണ്ടിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറുന്തോറും വ്ളോഗേഴ്സിന്റെ എണ്ണം കൂടി വരെയുള്ളപ്പോ അതിനകത്ത് സ്ലോ മോഷൻ വാക്കും പട്ടി ഷോട്ടുകളും പുതിയാപ്പിളിനൊപ്പം നടന്നുണ്ട്. പുതിയാപ്പിളക്ക് വേർത്താൽ ഒപ്പിക്കൊടുക്കാൻ മുട്ട മാറ്റുന്നതോ സാധനം ഉണ്ടായിരുന്നു കഴിക്കൽ. പിന്നെ പുതിയണ്ണിന്റെ എൻട്രി ആയി, പുതിയണ്ണിന്റെ വട്ടങ്ങറങ്ങലായി, പുതിയണ്ണിന്റെ കൈ പിടിച്ച് കേറ്റലായി, പൂവൊന്നായിട്ട് പൊട്ടലായി, ആകപ്പാടെ കാബക്കൂബ സൂപ്പറായി. ഇതെല്ലാം കഴിഞ്ഞാണ് ചെക്കന്റെ പേരിൽ അന്ന് രാത്രി നമ്മളതാകെ ഒച്ചപ്പാടും ബേളും പടക്ക പൊട്ടിച്ചാലും പാട്ടും ആകപ്പാടെ സൂപ്പർ കിഡിലും സർമാണി കുടുപ്പാപ്പി പരിപാടി. നിങ്ങൾക്ക് നിങ്ങളെ കല്യാണത്തിന് ഇതേമാതിരി പാട്ടും പരിപാടിയും കളറാക്കണം നേരെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ഇട്ടാൽ മതി. നമ്മൾ നല്ല സൂപ്പർ ആക്കിയാണ് തരും പരിപാടി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ പറ്റിയ എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.